നമസ്കാരം. മലയാള സിനിമയിലേക്ക് ചുവടുവയ്ക്കാനൊരുങ്ങുന്ന മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിക്കുന്ന തുടക്കം എന്ന ചിത്രത്തിന്റെ റിലീസിന് മുന്നോടിയായി വലിയ ചർച്ചാ വിഷയമായി ചില നിലപാടുകളൊക്കെ മാറിയിരുന്നു. പ്രശസ്ത സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം വരും ഓഗസ്റ്റ് മാസത്തിൽ തിയേറ്ററുകളിൽ എത്താനിരിക്കെ താരം പങ്കെടുത്ത അഭിമുഖങ്ങളും പ്രസ്താവനകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കനത്ത തരംഗമാണ് സൃഷ്ടിക്കുന്നത്. അടുത്തിടെ ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് വിസ്മയ രംഗത്തെത്തിയിരുന്നു. അന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. ഇതേ തുടർന്ന് കടുത്ത സൈബർ ആക്രമണങ്ങളും നിഷ്ഠൂരമായ അധിക്ഷേപങ്ങളുമാണ് താരപുത്രിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നേരിടേണ്ടി വന്നത്. എന്നാൽ ഈ വിഷയത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന കടുത്ത നെഗറ്റീവ് കമന്റുകളെയും അനാവശ്യ വിമർശനങ്ങളെയും തികഞ്ഞ പക്വതയോടെയും ലാഘവത്തോടെയും സമീപിച്ചുകൊണ്ട് മനസ്സ് തുറന്നിരിക്കുകയാണ് വിസ്മയ. ഗലാട്ട പ്ലസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു നടി തന്റെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയത്. താരപുത്രിയായതിനാൽ ജീവിതം ഒരു മൈക്രോസ്കോപ്പിനുള്ളിൽ അടച്ചുവെക്കപ്പെടേണ്ട അവസ്ഥയിലാണോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് തികച്ചും ലളിതവും എന്നാൽ വ്യക്തവുമായ മറുപടിയാണ് വിസ്മയ നൽകിയത്. താൻ അത്തരത്തിലൊരു കണ്ണാടിക്കൂട്ടിൽ അടയ്ക്കപ്പെട്ട അന്തരീക്ഷത്തിലല്ല ജീവിക്കുന്നതെന്നാണ് വിസ്മയ വ്യക്തമാക്കിയത്. ബാല്യകാലം മുതൽ പഠനാവശ്യങ്ങൾക്കായി കൂടുതലും കേരളത്തിന് പുറത്തുള്ള ഊട്ടിയിലായിരുന്നു താമസിച്ചിരുന്നത് എന്നതുകൊണ്ട് തന്നെ ആളുകൾ തന്നെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് യാതൊരുവിധ തോന്നലും തനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ലെന്നും നടി പറഞ്ഞു. ഇതിഹാസ താരം മോഹൻലാൽ എന്ന മഹാനായ നടന്റെ മകളായതുകൊണ്ട് തന്നെ ആളുകൾക്ക് തന്നെ മേൽ പലവിധത്തിലുള്ള വലിയ പ്രതീക്ഷകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ ആളുകൾ തന്നെ പല കാര്യങ്ങളിൽ വിലയിരുത്താനും മുതിരും എന്നത് താൻ തിരിച്ചറിയുന്നുണ്ട്. അച്ഛനെ നടൻ എന്ന നിലയിൽ ചിലർ വളരെയധികം ഇഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലർക്ക് അതില്ലാത്ത അവസ്ഥയും ഉണ്ടാകാം. അത്തരം വ്യക്തിപരമായ അഭിപ്രായങ്ങളുടെ സ്വാധീനവും പ്രത്യാഘാതങ്ങളും മോഹൻലാൽ എന്ന വ്യക്തിയുടെ മകളെന്ന നിലയിൽ തനിക്കും അനുഭവിക്കേണ്ടി വരാറുണ്ട്. എന്നാൽ ഇതെല്ലാം ജീവിതത്തിൽ അത്യന്തം സ്വാഭാവികമായി മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നും തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു നെഗറ്റീവ് കമന്റുകളും താൻ മനസ്സിൽ വെച്ച് പുലർത്തുകയോ മനസ്സിൽ വെച്ച് വിഷമിക്കുകയോ ചെയ്യാറില്ലെന്നും വിസ്മയ പറയുന്നു. വിമാനത്താവളങ്ങളിലും മറ്റും അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ ആളുകൾ തന്നിലേക്ക് നോക്കുന്നതും ശ്രദ്ധിക്കുന്നതും മാത്രമാണ് തനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഒരേ ഒരു കാര്യമെന്നും അതിനപ്പുറമുള്ള നെഗറ്റീവ് പ്രതികരണങ്ങളൊന്നും തന്നെ യാതൊരു തരത്തിലും ബാധിക്കാറില്ല എന്നും വിസ്മയ പറഞ്ഞു. അതേസമയം CJP എന്ന വിദ്യാർത്ഥി സംഘടനയുടെ പ്രക്ഷോഭത്തെ അനുകൂലിച്ച് വിസ്മയ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട സമയത്ത് ഇതിനെതിരെ വലിയ സൈബർ ആക്രമണം ഉയർന്നപ്പോൾ അതിൽ പ്രതികരണവുമായി സംവിധായകൻ മേജർ രവി മുൻപ് രംഗത്തെത്തിയതും വൻ വാർത്തയായിരുന്നു. വിയറ്റ്നാമിൽ ജനിച്ചു വളർന്ന വിസ്മയ്ക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് കാര്യമായ അറിവുകളോ ബോധ്യമോ ഇല്ലെന്നായിരുന്നു മേജർ രവി അന്ന് അഭിപ്രായപ്പെട്ടത്. സമരരംഗത്തുള്ള വിദ്യാർത്ഥികളെ പോലീസ് കഠിനമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തികച്ചും മനുഷ്യത്വപരമായ കാരുണ്യം കൊണ്ടാണ് വിസ്മയ അത്തരം ഒരു പിന്തുണ പോസ്റ്റ് പങ്കുവച്ചതെന്ന് മേജർ രവി വിശദീകരിച്ചിരുന്നു. വിസ്മയുമായി താൻ ഈ വിഷയം നേരിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിലും പെട്ടെന്ന് മനസ്സറിയുന്ന കുട്ടിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ് താൻ അന്ന് അങ്ങനെ പ്രതികരിച്ചതെന്നും പിന്നീട് അദ്ദേഹം വീണ്ടും ന്യായീകരണവുമായി രംഗത്തെത്തിയിരുന്നു. എന്തായാലും വിസ്മയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ വിമർശനം നേരിട്ടിരുന്നു. ഈ ഘട്ടത്തിലാണ് വിസ്മയ തൻ്റെ നിലപാട് പറയുന്നത്. അങ്ങേയറ്റ മനുഷ്യത്വമുള്ള വിസ്മയ വിയറ്റ്നാമിൽ തെരുവുനായി ആക്രമിക്കുന്നത് കൊണ്ട് അതിനെ രക്ഷപ്പെടുത്തി ഇന്ത്യയിൽ എത്തിക്കാൻ കാണിച്ച ആത്മാർത്ഥമായ മനസ്സിൻ്റെ ഉടമയാണെന്നൊക്കെ പറഞ്ഞാണ് മേജർ രവി എന്ന വിസ്മയയുടെ രാഷ്ട്രീയ നിലപാടിനെ ചെറുതാക്കി കാണിച്ചത്. എന്തായാലും ഒരു കുട്ടി അടിക്കുന്നത് കണ്ടപ്പോൾ വേദന തോന്നിയിട്ട പോസ്റ്റിനെ കോക്രോച്ച് പാർട്ടിക്കുള്ള രാഷ്ട്രീയ പിന്തുണയായി കണ്ട് വളച്ചൊടിക്കേണ്ടതില്ല എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് വിസ്മയ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ്. തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെ താൻ പരിഗണിക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിസ്മയുടെ മറുപടി. എന്നാൽ അത് മേജർ രവിക്കുള്ള പ്രത്യക്ഷമായ മറുപടിയല്ല, എന്നാൽ അതിനെ ഇപ്പോൾ അങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്.